വയനാട്ടിൽ വീണ്ടും കാട്ടാനാക്രമണം. പനവല്ലി അപ്പപ്പാറ ചെറമാതൂർ ഉന്നതിയിലെ ചാന്ദിനി കൊല്ലപ്പെട്ടു. വനത്തിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. സമീപത്ത് കാട്ടാനയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. ലിനറ്റ് വിവരങ്ങളുമായി ചേരുന്നു. ലിനറ്റ്, എന്ത് സംഭവിച്ചു എന്നാണ്? ചെയ്തു. ഇന്ന് രാവിലെ കാട്ടാനയുടെ അസ്വാഭാവികമായ കാൽപ്പാടുകൾ കണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിനായി വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ നിലയിലാണ് മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക സൂചനകൾ പ്രകാരം കാട്ടാന ആക്രമിച്ചതാകാനാണെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ചാന്ദിനി ഇന്നലെ രാത്രി വീട്ടിൽ നിന്നും പോയതെന്നാണ് വീട്ടുകാർ നൽകുന്ന വിവരം. കൃത്യമായ വിവരങ്ങൾ ഇനി ലഭിക്കാവുന്നതേയുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് ചാന്ദിനി വനത്തിലേക്ക് പോയതെന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. തിരുനെല്ലി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ പനവല്ലി അപ്പപ്പാറ റോഡിലെ വനത്തിനുള്ളിൽ നിന്നാണ് ചാന്ദിനിയുടെ മൃതദേഹം ഇപ്പോ വനം വകുപ്പ് അവിടെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയോ? അവർ വനത്തിനുള്ളിലേക്ക് പോയോ? മൃതദേഹം പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ആ വിവരങ്ങൾ കൂടി ഇപ്പം വീട്ടുകാർ പറയുന്നത് എന്താണ് ലെൻസ്? ഇപ്പം ഇവർ എന്തിനാണ് വനത്തിലേക്ക് പോയത്? ആ കാര്യം, ആ സാഹചര്യം അറിയില്ലല്ലേ? ചെയ്തു. നിലവിൽ ഈ ഒരു സ്ത്രീ ഏത് സാഹചര്യത്തിലാണ് വനത്തിലേക്ക് പോയതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് ചാന്ദിനി എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതേസമയം തന്നെ ഈ ഒരു വനം വകുപ്പ് അവിടെ ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. മൃതദേഹം വനത്തിൽ നിന്ന് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തി. ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ഈ ചാന്ദിനിയുടെ മൃതദേഹം കടന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഈ ഒരു കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടു. അതോടൊപ്പം തന്നെ റോഡിൽ നിന്നും പോയ രീതിയിൽ കാട്ടാനയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് തന്നെയാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഇതിപ്പം ഈ ജനവാസ മേഖലയിൽ നിന്നും കുറച്ചധികം ഉള്ളിലാണോ ഈ സംഭവം നടന്നത്? തീർച്ചയായും ചെയ്തു. ഈ ഒരു റോഡിൽ നിന്നും ഉള്ളിലേക്കാണ് വനത്തിന്റെ ഉള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു റോഡിനോട് ചേർന്ന ഭാഗത്ത് ഈ കാട്ടാനയുടെ കാൽപ്പാടുകളൊക്കെ കണ്ടതിനെ തുടർന്നാണ് സംശയം തോന്നിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഉള്ളിൽ പരിശോധന നടത്തുന്നത്. അപ്പോഴാണ് ഈ ചാന്ദിനിയുടെ മൃതദേഹം കണ്ടെത്തുന്നതും ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണത്തിന്റെ കാര്യം പുറത്തറിയുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ മൃതദേഹം മാറ്റിയിട്ടുണ്ടെങ്കിലും അവിടെ ചാന്ദിനിയുടെ കുടുംബവും വനം വകുപ്പും അടക്കം പരിശോധനകളൊക്കെ തന്നെ നടത്തുകയാണ്. ഓക്കെ, ശരി.